വയനാട് കള്ളാടി തുരങ്കപാതയിലുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് കാണാതായവർക്കുള്ള തിരച്ചിൽ തുടരുന്നു. ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെത്തി. മീനാക്ഷിപ്പുഴയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തം കാണാതായവരിൽ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെത്തി. മീനാക്ഷിപ്പുഴയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 7 ഉയർന്നു. കാലാവസ്ഥ അനുകൂലമായതും പുഴയിലെ വെള്ളം തെളിഞ്ഞതും തിരച്ചിൽ സംഘത്തിന് വലിയ സഹായമായിട്ടുണ്ട്. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പുഴയിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്യുന്നതിനിടയിലാണ് മൃതദേഹം ശ്രദ്ധയിൽപ്പെട്ടത്. പശ്ചിമ ബംഗാൾ ഈസ്റ്റ് മിഡ്നാപൂർ സ്വദേശി 24-കാരൻ രാകേഷ് ഗുച്ഛത്തിന്റെ മൃതദേഹമാണ് കണ്ടെടുത്തത്. തുരങ്കപാത നിർമ്മാണ കമ്പനിയുടെ സർവേയറായിരുന്നു. കൺസ്ട്രക്ഷൻ മാനേജർ വിക്രം റാണയെയാണ് ഇനി കണ്ടെത്താനുള്ളത്. 3 പേരുടെ മൃതദേഹമാണ് വ്യാഴാഴ്ച കണ്ടെത്തിയത്. സർവേയറായ ഉത്തർപ്രദേശ് സ്വദേശി അസ്ഹറുദ്ദീൻ അൻസാരി, എഞ്ചിനീയറായ ഹിമാചൽ സ്വദേശി രാഹുൽ ശർമ്മ, ബീഹാർ സ്വദേശി മുഹമ്മദ് ഇമ്രാൻ എന്നിവരുടെ മൃതദേഹങ്ങളാണ് വിവിധ ഭാഗങ്ങളിൽ നിന്ന് കണ്ടെത്തിയത്. മീനാക്ഷി പാലത്തിന്റെ ഇടതുവശത്ത് നിന്നാണ് ഇമ്രാന്റെ മൃതദേഹം ലഭിച്ചത്. മീനാക്ഷിപ്പുഴയിൽ ബസ് വീണതിന് സമീപത്ത് നിന്നാണ് എഞ്ചിനീയർ രാഹുൽ ശർമ്മയുടെ മൃതദേഹവും കണ്ടെത്തിയത്. ഒരാളെ കൂടി കണ്ടെത്താനുള്ള സാഹചര്യത്തിൽ തുരങ്കപാതയിൽ മണ്ണിടിഞ്ഞ പ്രദേശത്ത് തിരച്ചിൽ തുടരുകയാണ്. NDRF, ഫയർഫോഴ്സ്, പോലീസ്, സന്നദ്ധ സേനകൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത്.